ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ് കേട്ടോ. ഡിവൈൻലി കണക്റ്റഡ് മീൻസ് ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫീമെയിൽ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം അത്തരത്തിലുള്ള ഒരു വ്യക്തി, ഒരു ഫീമെയിൽ എനർജിയെ കാണാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഒരു സ്പിരിച്വലി വളരെ ഗ്രോൺ ആയിട്ടുള്ളൊരു ഫീമെയിൽ എനർജിയാണ് കേട്ടോ. അവർക്ക് ഹൈ ഇൻറ്റ്യൂഷൻ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്കും ഇന്ന് ഹൈ ഇൻറ്റ്യൂഷൻ ആയിരിക്കും. നിങ്ങൾക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവർ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്കും ഇന്നൊരു ഡിവൈനുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. പിന്നെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യം, അമ്മയെ വിളിക്കുക, ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കുക, അല്ലെങ്കിൽ അമ്മയെ കാണാൻ പോവുക, അത്തരത്തിലുള്ളൊരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് തുടങ്ങുമോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നിഗൂഢശാസ്ത്രങ്ങൾ, ഇപ്പോൾ ആസ്ട്രോളജി ആയിരിക്കാം, ടാരോ ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിംഗ് പ്രോസസ്സുകളായിട്ടുള്ള കുറേ ഉണ്ടല്ലോ. ഏഞ്ചൽ ഹീലിംഗ്, ക്രിസ്റ്റൽ ഹീലിംഗ്, റേക്കി, പ്രാണിക് ഹീലിംഗ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഹീലിംഗ് പ്രോസസ്സുകളോ അങ്ങനെ എന്തെങ്കിലും, അതായത് കുറച്ച് നിഗൂഢശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളിന്ന് പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് കേട്ടോ. ഇന്ന് ഒരു ഫീമെയിൽ സ്പിരിച്വൽ ഗുരുവിനെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനും സാധ്യതയുണ്ട്. ഇൻഡ്യൂഷൻ ഹൈ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. ഇത് ഇൻ്റലക്ച്വലി വളരെ ഹൈ ആയിട്ടുള്ളൊരു എനർജിയാണ്. ക്വീൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പരിപാലിക്കുന്ന ആളാവണം നിർബന്ധമില്ല. ചിലപ്പോൾ പരിപാലനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതായിരിക്കും, ഇൻ്റലക്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. ക്ലവർ ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ അവർക്ക് ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് പറയുന്നത് അവിടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ആർഗ്യുമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതായിരിക്കാം, എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കാം. അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിൻ്റെ എനർജിയാണ്. അതുപോലെ ഒരു അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ പക്ഷം ചേരാതെ നമ്മളൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ ക്വീൻ ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കണമെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ ആ ക്ലാരിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു എന്താണ് പെട്ടെന്ന് മുറികണ്ടെന്നുള്ളൊരു ഒരു അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ് ക്വീൻ ഓഫ് സോഡ്. അപ്പോൾ അത്തരത്തിൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകുന്നതും വഴക്കുണ്ടാകാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നതാകാം, നിങ്ങളോട് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ ഒരു എനർജി ഉണ്ട് കേട്ടോ. അതാണ് ക്വീൻ ഓഫ് സോഡ്സ്. ജസ്റ്റിസ്, ക്വീൻ ഓഫ് സോഡ് ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചെയ്യലും അതിൻ്റെ ഒരു നീതി നടപ്പാകലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ക്വീൻ ഓഫ് സോഡും ജസ്റ്റിസും ഒക്കെ വരുമ്പോൾ കോടതി കേസ് അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നീതി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ ജയിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ചിലപ്പം വൂണ്ടഡ് ആവാനും ഹേർട്ട് ആവാനും സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ഹൈ പ്രീസ്റ്റസ് കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് സത്യം അറിയണം. നിങ്ങൾക്ക് സത്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടാവാനും അവിടെ ഒരു നീതി നേടിയെടുക്കുന്നതാവാനും സാധ്യതയുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത് റിവീൽ ആവാത്ത ഒരു സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വെളിവല്ലാത്ത ഒരു രഹസ്യം നിങ്ങൾക്ക് മുമ്പിൽ വെളിവാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഈ കാർഡുകൾ പറയുന്നത്. ദെൻ ത്രീ ഓഫ് സോഡ് വരുന്നുണ്ട്. ത്രീ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റ് ആണ്. ശരിക്കൊരു ചിലപ്പോൾ വഴക്കുണ്ടാകാനോ കൂട്ടിച്ചോദ്യം ഉണ്ടാവാനോ, ഇങ്ങനെ മറ്റുള്ള ആളുകളെ കൂടെ നിർത്തിയിട്ട് ചോദിക്കത്തൊക്കെയില്ലേ, അങ്ങനെ
ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആവുമല്ലോ, നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവത്തില്ലേ, അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ 3 of Swords എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചൊരു പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാർമിക് ആയിട്ടുള്ള ദിവസം പോലെയാണ് കാണുന്നത്. ജസ്റ്റിസിൻ്റെ കാർഡും 3 of Swords ഒക്കെ പറയുന്നത് ഒരു കാർമിക് ഡേ പോലെയാണ്, കാർമിക്കിൻ്റെ കാർഡുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. കുറച്ചൊരു ഹാർട്ട് ബ്രോക്കൺ ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. പിന്നെ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് വിജിലൻ്റ് ആയിരിക്കുക. എന്തെങ്കിലുമൊക്കെ റെഡ് ഫ്ലാഗ്സ് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പോൾ നെഞ്ചത്ത് ഹെവിനെസ് ഫീൽ ചെയ്യുക, നെഞ്ചത്ത് പെയിൻ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണേ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട്, അല്ലെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ഇൻ ദ സെൻസ് അറ്റാക്ക് വന്ന കാര്യങ്ങളൊക്കെ മരിച്ചു എന്നോ അങ്ങനെയൊക്കെ കേൾക്കാനും സാധ്യതയുണ്ട്. ദെൻ 7 of Pentacles ആണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്നാണ്. ഇത് നിങ്ങളൊരു ജോലി ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ 7 of Pentacles എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജോലി ചെയ്തു, ഓൾറെഡി വി ഹാവ് ഡൺ ദ ജോബ് ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫ്രൂട്ടാണ്. അതാണ് 7 of Pentacles എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ലോങ് ടേം വ്യൂ ആണ്. നമ്മൾ ചിലപ്പോൾ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മച്യൂരിറ്റി പീരീഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജി ആകാം. ചിലപ്പോൾ ഈ റീസെൻറ്റ് ഡേയ്സിൽ നിങ്ങളുടെ ഏതെങ്കിലും ചിട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു FD ഒക്കെ മച്ചുർ ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് നിങ്ങൾ എഴുതി കൊടുക്കുന്നതോ അങ്ങനെയുള്ളൊരു എനർജി ആവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലോണിന് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ലോണ് നിങ്ങൾക്ക് സാങ്ഷനായി കിട്ടുക, നിങ്ങൾ പോയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് അതെല്ലാം നിങ്ങൾക്ക് കയ്യിൽ വരിക എന്നാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ PF ലോണ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീഡിങ് ഇന്ന് നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. അതാണ് 7 of Pentacles. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. പണം നിങ്ങൾക്ക് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് 7 of Pentacles പറയുന്നത്. ഇതൊരു സ്പിരിച്വൽ ജേർണിയിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണി പ്രൊലോങ്ഡ് ആണ്. അത് ഈ ജന്മം കൊണ്ട് ചിലപ്പം ഈ ജന്മം കൊണ്ട് അവസാനം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഒരു ഘട്ടം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ നിങ്ങൾ ഇപ്പം ചിലരൊക്കെ എനിക്ക് 3rd eye ഓപ്പൺ ആക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയും എന്നാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെൻ്റൽ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യത്തില്ലേ, ആ ഒരു എനർജി പോലെയൊക്കെയാണ് കാണുന്നത് കേട്ടോ. സ്പിരിച്വൽ ജേർണിയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു വെയിറ്റിംഗ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ദെൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പണം നിങ്ങളിലേക്ക് വരും. ആ പണം വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതാണ്. ചിലപ്പം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ പണം വെച്ചിട്ട് നിങ്ങളൊരു വേറെ എന്തെങ്കിലും ഒരു റിസ്ക്, എന്തെങ്കിലും ഒരു പുതിയ സാധനം, വിലപിടിപ്പുള്ള സാധനം മേടിക്കുന്നതായിരിക്കാം. അത്തരത്തിലുള്ള എനർജിയൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണം സ്വന്തമാക്കുക, അതൊക്കെയാണ്. അതിൻ്റെ കൂടെ പണം വെച്ചിട്ടൊരു റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ചിലപ്പോൾ തിരിച്ച് കിട്ടുമെന്നൊരു ഒരു പേടിയോടുകൂടി ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ പണത്തിനെ വെച്ചിട്ടൊരു റിസ്ക് എടുക്കുന്നു എന്നാണ് കേട്ടോ. അങ്ങനെ ഒരു എനർജിയാണ്, പണം വെച്ചിട്ട് റിസ്ക് എടുക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അയാളെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുക, അയാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു എനർജി കൂടിയാണ് ഈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് അതെ. ദെൻ 8 of Swords ആണ്. ഇത് നമ്മളെ തന്നെ ഒരു ബൗണ്ടറിയിൽ വെക്കുക. അതായത് നമുക്ക് കുറച്ച് മിഥ്യാധാരണകളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഒരു കൂട്ടിലടച്ച് വെക്കുക, എന്നിട്ട് മറ്റാരോടും മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു കൺട്രോൾ ചെയ്ത് നിൽക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക. കാരണം എന്താ, നമ്മൾ മനസ്സിൽ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിൽക്കുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷന് ഒരു എന്താ നമുക്ക് കാണാൻ പറ്റാത്തൊരു ബൗണ്ടറി ഉണ്ടെന്ന് പറയത്തില്ലേ, അതുപോലാണ്. അപ്പോൾ മറ്റുള്ളവരെ ബൗണ്ടറിക്ക് പുറത്ത് നിർത്തിയിട്ട് നമ്മൾ മാത്രം സെക്ലൂഡഡ് ആയിട്ടിരിക്കുക, ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ സെക്ലൂഡ് ചെയ്തുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ്. കൂടുതലും നമ്മുടെ നെഗറ്റീവ് ചിന്ത കൊണ്ടാണ്. നമുക്ക് മാത്രമേ ഇത് പൊട്ടിച്ചിട്ട് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളാണ് ഇന്ന് ആക്ഷൻ എടുക്കേണ്ടത്. നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് 8 of Swords പറയുന്നത്. കണ്ടില്ലേ, കൈയും കെട്ടി കണ്ണ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ആ കൈയെ കഴിച്ചിട്ട് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ, കാല് കെട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ്, നമ്മൾ ആക്ഷൻ എടുക്കണം. നീ ഇങ്ങനെ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് അമളി പറ്റി, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി എന്നൊന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നീ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അതാണ് 8 of Swords പറയുന്നത്. ദെൻ Ace of Rods ആണ്.
ഇത് ഒരു പുതിയ തുടക്കം എന്നാണ്. ഒരു പുതിയ ജോബ്, പുതിയൊരു ജോബിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ടായിരിക്കാം, പുതിയൊരു പ്രോജക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോബ് സ്ഥലത്തേക്ക്, ഒരു ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ പോയിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന ആളുകളുണ്ടായിരിക്കാം. എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങളിൽ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോ ആകാനും സാധ്യതയുണ്ട്. ഒരു പുതിയ പ്രൊഫഷനൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. ഇനി അതല്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ ഇന്ന് അത് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. ദെൻ നൈറ്റ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാണ്ടാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് ആരോ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യുക, വളരെ ആവേശത്തോടു കൂടി നിങ്ങളെ ഫോൺ വിളിക്കുക, നിങ്ങളെ കാണാൻ വേണ്ടി ആരെങ്കിലും വരിക, പിന്നെ നിങ്ങളോട് വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുക എന്നൊക്കെയാണ്. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിരിക്കും. ജോലിയിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം. പിന്നെ കുറച്ച് വിജിലൻ്റ് ആയിരിക്കും. നിങ്ങൾ കുറച്ച് കൂടുതൽ ആവേശത്തോടു കൂടി ഇന്ന് ജോലി ചെയ്യുന്ന ഒരു ദിവസം പോലെയാണ് നൈറ്റ് ഓഫ് റോഡ്സ് പറയുന്നത്. ഓക്കെ, വളരെ പാഷനേറ്റ് ആയിരിക്കും കേട്ടോ. വളരെ പാഷനേറ്റ് ആയിരിക്കും. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. നെക്സ്റ്റ് ഇത് തന്നെ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. കൂടുതലായിട്ട് ജോലി ചെയ്യുക, എക്സ്ട്രാ എഫേർട്ട് എടുക്കുക, കൂടുതൽ ജോലി ചെയ്യുക, ജോലി ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുക എന്നാണ്. അപ്പം നമ്മൾ ജോലി ചെയ്യുക, ജോലിക്ക് കൂലി കിട്ടുക, കൂലിയിൽ നിന്ന് സേവ് ചെയ്യുക, അതാണ് കേട്ടോ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. എക്സ്ട്രാ എഫേർട്ട് എടുക്കുക, പുതിയ സ്കില്ല് ലേൺ ചെയ്യുക എന്നാണ്. ഒരു കാര്യം തന്നെ ചെയ്ത് അതിൽ മാസ്റ്ററി നേടുക, അപ്രന്റീസ്ഷിപ്പ് എടുക്കുക, പുതിയൊരു കാര്യം പഠിക്കുക, പുതിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ആ സ്കില്ല് കൊണ്ട് പണം ഉണ്ടാക്കുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടാരോ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ടാരോ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് പുതിയ ടാരോയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയൊരു സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. പുതിയൊരു തുടക്കമുണ്ടെന്നാണ്. അതുപോലെ നിങ്ങൾ അവിടെ കൂടുതൽ എഫേർട്ട് ഇടുന്നു എന്നാണ്. കൂടുതൽ സമയം നിങ്ങളത് പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു, എഫേർട്ട് ഇടുന്നു എന്നൊക്കെയാണ് ഈ എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ് കേട്ടോ. അവിടെ നല്ലൊരു ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലിയുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയിലേക്ക് വരാനും ഫാമിലിയോടൊപ്പം ഒരുമിച്ചിരിക്കാനും, ചിലപ്പോൾ നിങ്ങളുടെ വിദേശത്തേക്കുള്ള ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങളിന്ന് കൂടുതൽ സമയം ഫോണിലൂടെ സംസാരിക്കുന്നുണ്ടായിരിക്കും, അവരോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടായിരിക്കും, കൂടുതൽ സമയം ഫോൺ വിളിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സമയം വീഡിയോ കോൾ വിളിച്ചിട്ട് വീട്ടിലെ എല്ലാ കാര്യവും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വളരെ വളരെ സ്നേഹസമ്പൂർണ്ണമായിട്ടുള്ളൊരു കുടുംബജീവിതം ഇന്നത്തെ ദിവസം ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ ഫാമിലി യൂണിയൻ ഉണ്ടെന്നാണ് കാണുന്നത്. ഒരു സെപ്പറേഷൻ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു യൂണിയൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല ഫാമിലി പോലെ ജീവിച്ചിട്ടുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്കും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്, ഒരു യൂണിയൻ ഉണ്ടെന്നാണ് ഈ 10 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഇന്നത്തെ ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ്, നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നമ്മളോട് എന്താണ് ഇന്ന് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയുന്നത് നോക്കാം. എന്താണ് ഇന്നത്തെ ഏഞ്ചൽ സന്ദേശം, എന്താണ് ഏഞ്ചൽസ് മെസ്സേജ് ഫ്രം യെസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം യെസ് ആണോ നോ ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ യെസ് ആണ് ഇന്നത്തെ ഉത്തരം. ഏഞ്ചൽസ് തരുന്ന ഉത്തരം യെസ് ആണ്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ലുക്ക് ഫോർ എ സൈൻ ആണ്. ഇനി നിങ്ങൾക്ക് സംശയം തീരുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തോടൊരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു സൈൻ കാണിക്കാൻ പറയുക. ആ സൈൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ദെൻ ഹെൽപ്ഫുൾ പീപ്പിൾ ആണ്. ഇത് കുറച്ച് ദിവസം കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ചുറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചുറ്റും നോക്കുക, ആ ആളുകളിൽ നിന്നും നിങ്ങൾ ഗൈഡൻസ് എടുക്കുക, ആ ആളുകളോട് ഹെൽപ്പ് സീക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. ലവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഒരു വൈരാഗ്യം, ദേഷ്യം ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അവരോട് ഫോർഗീവ് ചെയ്യുക. എന്നിട്ട് അവരിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ടെങ്കിൽ അത് ലേൺ ചെയ്യുക എന്നാണ്. അപ്പോൾ ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് ആണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും, വെറുപ്പായിരിക്കും. അപ്പോൾ അവരെ ഫോർഗീവ് ചെയ്ത് വിട്ടയക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അൺകണ്ടീഷണലായിട്ട് അവരോടൊക്കെ അടുക്കാനും ഇടപെടാനും ഒക്കെ പറ്റും. അപ്പോൾ ചില പാഠങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആളുകളെ പാസ്റ്റിലത്തെ ഇങ്ങനെ ഹീൽ ചെയ്യപ്പെടാത്ത വൂണ്ടുകൾ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതൊക്കെ നമുക്കുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ പ്രസൻറ്റിൽ ഈ ഒരു ലവ് മൊമെൻ്റ് ആസ്വദിക്കാനുള്ള
നല്ല എക്സ്പീരിയൻസുകളായിരുന്നു പാസ്റ്റിലുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക. ആ പാസ്റ്റിലത്തെ ബോണ്ടുകളെല്ലാം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനെ റിലീസ് ചെയ്യാന്നാണേ. ദെൻ ചിലപ്പോൾ ഫിനാൻസസ് ആൻഡ് കരിയർ വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഫിനാൻസും കരിയറും ഒക്കെ ഒരു മാറ്റർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ തേർഡ് വൺ, ന്യൂ ലവ് ആണ്. ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെല്ലാം ഇളക്കാൻ വേണ്ടിയിട്ട്, പോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹൈപ്പ് ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.